ഞാൻ വീഡിയോ ചെയ്തോട്ടെ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 5ാമത്തെ നോമ്പാണ്. ഇന്നെനിക്ക് ഒട്ടും 2 ദിവസമായിട്ട് തീരെ വയ്യ. ബാക്കി വീഡിയോയിലോട്ട് പോവാം. ഈ ചാപ്പിക്കുട്ടൻ സ്കൂൾ വിട്ട് വന്നവനെ മേലും കഴിച്ച് ഫുഡെല്ലാം കൊടുത്തിട്ട് ആദ്യം ഞങ്ങൾ കഞ്ഞി വാങ്ങിക്കാനാണ് പോയത്. ഇന്ന് വലിയ ജോലിയൊന്നും ഇല്ലല്ലോ. ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി ഉത്സവത്തിന് പോയിട്ട് വന്നപ്പോൾ നെയ്സുമൊക്കെ വാങ്ങിച്ചു കൊടുത്ത ഈ മാല. പോകുന്ന വഴിക്ക് ഇച്ചാപ്പി പറഞ്ഞു എൻ്റെ വീഡിയോ എടുക്കുക, എൻ്റെ കൂട്ടുകാരും ടീച്ചറും എല്ലാവരും കാണുന്നതാണ്. അങ്ങനെ അവൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് പള്ളിയിൽ ചെന്നപ്പം ആരും ഇല്ലായിരുന്നു കേട്ടോ. കഞ്ഞി വാങ്ങിച്ച് തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളിത് നേരത്തെ ചെന്നാൽ. അപ്പോൾ ഇച്ചാപ്പി പറഞ്ഞു ഞാൻ ദേ വാപ്പിയായിട്ട് നോമ്പ് തുറക്കാൻ വന്നാൽ ഇവിടെ ഇരിക്കുന്നതെന്നൊക്കെ കാണിച്ചു തരുക തന്നെ. ഇന്നെന്തായാലും ഒരു ചെറിയ ചോറ്റുപാത്രത്തിലാണ് കഞ്ഞി വാങ്ങിച്ചിരിക്കുന്നത്. എനിക്കും നെയ്സുനും ഉള്ളത് മാത്രം. ഇച്ചാപ്പിക്കായും പള്ളിയിൽ പോയി കുടിക്കുമല്ലോ. കഞ്ഞി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് നേരെ ഫ്രൂട്ട്സ് വാങ്ങിക്കാനാണ് പോയത്. ഇന്നത്തേക്ക് ഫ്രൂട്ട്സ് ഒന്നും ഇല്ല. അപ്പോൾ ഇച്ചാപ്പി പറഞ്ഞു നമുക്ക് തന്നെ എപ്പോഴും വാങ്ങിച്ചാൽ മതി, ഈ വാപ്പിയെ വിട്ട് വാങ്ങിപ്പിക്കേണ്ട, നല്ല രസം ഇങ്ങനെ നടന്നു വരാണ്. വാങ്ങിക്കാൻ വന്ന ഫ്രൂട്ട്സ് ആണെങ്കിലും ഇച്ചാപ്പിയുടെ കണ്ണ് മൊത്തം അവിടെ ഇരുന്ന പൊരിയിലായിരുന്നു. ഇച്ചാപ്പിക്ക് അത് വേണം ഇത് വേണം, ഞാൻ ഏത്തക്കാപ്പം പൊരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ ആയി. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് ഇറങ്ങിയപ്പോൾ ഇച്ചാപ്പിക്ക് ഭയങ്കര നിർബന്ധം അവന് തന്നെ ആ കിറ്റ് പിടിക്കണമെന്ന്. എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, രാത്രി ഇനി പഠിക്കാനിരിക്കുമ്പോൾ ഇനി ഞാൻ ഇത്രയും വലിയ കിറ്റൊക്കെ താങ്ങി വന്നതല്ലേ, എന്നെ പഠിപ്പിക്കല്ലെന്ന് പറയാനായിരിക്കും. ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ഞാൻ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി പെരയൊക്കെ ഒന്ന് തുടയ്ക്കണമായിരുന്നു. നെയ്സുമുള്ള ഓരോ സാധനങ്ങൾ കഴിക്കാൻ കൊടുത്തേക്ക് അവിടെ എവിടെയും തേച്ച് വെറ്റിച്ചിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കിയിട്ടാണ് പൊരിക്കാൻ കയറിയത്. എനിക്കിങ്ങനെ ഏത്തക്കാപ്പം പൊരിക്കുമ്പോൾ ഇങ്ങനെ എള്ളിട്ടിട്ട് പൊരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് പഴുത്തു പോകാത്ത ഏത്തക്കാപ്പമാണ് വാങ്ങിച്ചത്, നാളത്തേക്ക് കൂടെ വേണമല്ലോ. പൊരിച്ച് തീരാറായപ്പോഴാണ് ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചില്ലെന്ന് ഓർമ്മ വന്നത്. പിന്നെ അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് പോയതായിരുന്നു ഞാൻ. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഗ്യാസ് കൂട്ടി വെച്ച് ഇതെല്ലാം കരിഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഒരാളെ പുറകുവശത്ത് പോയി നോക്കുമ്പോൾ ഇക്ക വന്നിട്ടുണ്ട്, ഇക്ക കൂട്ടി വെച്ചതാണെന്ന് പറഞ്ഞ്. ഏത്തപ്പഴവും പാലും കൂടെ ജ്യൂസ് അടിച്ച്. അപ്പോൾ സമയമായി വരുന്നുണ്ട് വാങ്ങി വിളിക്കാൻ. അയ്യോ, ഇത് അരഞ്ഞില്ലേ? എത്ര പാടുപെട്ട് അരച്ചു. അതെ, നല്ല സ്പെഷ്യൽ. തലക്ക് കൈ കൊടുത്തിരിക്കുന്നത് അടാ വേണം. ഉമ്മയുടെ മോളാരാ? ഇച്ചാപ്പിയാണോ? നീ അല്ലേ അപ്ചിയുടെ മോളാണ് നീ? ഇറങ്ങിക്കും ഇറങ്ങിക്കും. ഞാൻ ഉണ്ടാക്കി വെച്ച പഴംപൊരി ഒന്നും തിന്നട്ടെ, ഇങ്ങോട്ട് തപ്പോ. ഉമ്മയുടെ മോളാരാ? ഏത്? ഞാൻ? നീയാ? ഞങ്ങൾ നിസ്കരിച്ചിട്ട് വരാം. നിസ്കരിച്ചിട്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ആങ്ങളെയും നാത്തൂനും കൂടെ ഈ ഒരു കിറ്റും കൊണ്ടുവന്ന് അവർ പെട്ടെന്ന് തന്നെ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. അപ്പം അത് തുറന്ന് നോക്കിയപ്പോൾ അതിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുഴിമന്തിയും അൽഫാമും പിന്നെ ബിരിയാണിയും ഉണ്ടായിരുന്നു, ബീഫ് ബിരിയാണി. എനിക്കിത് കിട്ടിയപ്പോൾ കൂടുതൽ സന്തോഷം അത് വേറൊന്നും കൊണ്ടല്ല, ഇന്ന് എനിക്ക് തീരെയും വയ്യായിരുന്ന ടിക്കാക്ക് ചപ്പാത്തി പാക്കറ്റാണല്ലോ ചെയ്ത് കൊടുക്കുന്നത്, ഒന്നും അല്ലാതെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ ഒരു ഫുഡ് വന്നത്. പള്ളിയിൽ നിന്ന് നോമ്പും തുറന്ന് വന്നപ്പോഴാണ് ഇക്കാടി ഞാൻ മന്തി കൊണ്ടുവന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഇക്ക പറഞ്ഞു എന്നാൽ ആ പഴംപൊരി ചിക്കൻ കറി ആയിട്ട് തരാൻ പറഞ്ഞു. പിന്നെ സ്പെഷ്യലായിട്ട് ഇക്ക കരിയിച്ച് വെച്ചിരിക്കുന്ന ഒരു പഴംപൊരി ഉണ്ടല്ലോ, അതും കൂടെ കൊടുത്തായിരുന്നു. അതിൻ്റെ രുചിയൊന്നും അറിയണമല്ലോ. കഴിച്ച് കഴിഞ്ഞ് ഇച്ചാപ്പിക്കുട്ടിൻ്റെ ഹോംവർക്ക് എല്ലാം ചെയ്യിപ്പിച്ച് എനിക്കൊന്ന് കടയിൽ പോകണമായിരുന്നു ലൈനിങ് യൂണി എടുക്കാൻ. അങ്ങനെ അതൊക്കെ പോയിട്ട് വന്ന് ഇക്ക വന്നിട്ട് പള്ളിയിലോട്ട് പോയി തറാവി നിസ്കരിക്കാൻ. പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോഴാണ് വന്നത്, നിസ്കാരം എല്ലാം കഴിഞ്ഞ്. അങ്ങനെ എല്ലാവർക്കും ഉള്ള ഫുഡൊക്കെ ഞാൻ വിളമ്പി. നെയ്സുമോൾ ഒരു വലിയ പ്ലേറ്റും കൊണ്ട് നിൽപ്പുണ്ട്, അവൾക്ക് ചോറിട്ട് കൊടുക്കാൻ. ഞാനും ഇച്ചാപ്പിക്കുട്ടിനും മന്തി കഴിച്ച് ഇക്കാക്ക് ബീഫ് ബിരിയാണി മതിയെന്ന് പറഞ്ഞു. നെയ്സുവിന് ഒരു വലിയ പ്ലേറ്റിൽ ഒരു മൂലക്ക് ഇച്ചിരി ചോറ് കൊടുത്തിരുത്തി. നോമ്പ് തുറന്ന് ഒരുപാട് വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കാം ചോറൊന്നും ഒരുപാട് കഴിച്ചില്ലായിരുന്നു, പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ. എൻ്റെ ഇന്നത്തെ നോമ്പ് തുറ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെയാ ഫുഡെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.